എൻ്റെ അമ്മ കൂടെ പ്രസംഗിക്കുന്ന പലരുമായിരുന്നു. വിഗിൾ സ്മിത്ത്, സൂസാന വെസ്ലി. ആമേൻ. എൻ്റെ അമ്മയുടെ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഹല്ലേലൂയ അവരുടെ ജീവിതം വില കൊടുത്തതുകൊണ്ട്, സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്തതുകൊണ്ട്, ആമേൻ, അവരെടുത്ത വേദോസം എടുക്കാൻ ഒരു തലമുറ ദൈവം തന്നു. ഹല്ലേലൂയ, കൃപയാ. എന്നാലോ 4 വർഷം കൊണ്ട് എൻ്റെ പിതാവും എൻ്റെ മാതാവും പെട്ടെന്ന് എൻ്റെ ബ്രദറും ഈ ലോകത്തോട് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ പലതും ചോദിച്ചു. We are only 2 of us. My brother has gone. എൻ്റെ മാതാപിതാക്കൾ കൊണ്ടുവന്ന സഭയുണ്ട്, ഹല്ലേലൂയ, മിനിസ്ട്രികളൊക്കെ ഉണ്ട്. It was a question, God, why? ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ശവടക്കം കഴിഞ്ഞിട്ട് ഞാൻ പ്ലെയിനിലേക്ക് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഇംഗ്ലണ്ടിൽ നിങ്ങൾ പല സ്വപ്നങ്ങളുമായി വന്നു. നിങ്ങൾ ഓർത്തു, യോസെഫിന് കിട്ടിയ കുപ്പായം പോലെ ദൈവം അണിയിച്ച് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമായി നിങ്ങൾ ആ പ്ലെയിൻ കയറി. ഇവിടെ വന്നപ്പോൾ പിശാചി സംസാരിക്കുകയാണ്, നിന്റെ തലമുറയുടെ അനുഭവങ്ങൾ കണ്ടിട്ട് ജീവിതത്തിൻ്റെ പല കഷ്ടങ്ങളുടെ നടുവിൽ ഞാൻ വന്നത് തെറ്റിപ്പോയോ എന്ന് ചിന്തിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വചനം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, assurance of the hope, things that is not, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. ആദ്യ ഉറപ്പ് വരണം, your hope. കേട്ടോ? എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായാൽ മതിയായിരുന്നെന്ന് പ്രത്യാശിക്കുന്നു അല്ലേ, ആശിക്കുന്നു. അങ്ങനത്തെ ആശയല്ല, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഹല്ലേലൂയ. അത് മാത്രമേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിർത്തുമാറാക്കുകയുള്ളൂ. That is the only thing can hold you. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ്, സമയം അധികം ഇല്ലാത്തതുകൊണ്ട് പലവിധ ബ്ലസ്സഡ് ഹോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ പോയി വായിച്ചോ. പത്രോസ് പ്രത്യേകമായി തുടങ്ങുമ്പോൾ ആമേൻ, രക്ഷയ്ക്കായി, പ്രത്യാശയുടെ നിത്യജീവനായി, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ സൂക്ഷിച്ചിരിക്കുകയാണ് അവൻ്റെ അത്യന്ത ശക്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ നിത്യജീവന് വേണ്ടി അവൻ അവൻ്റെ ജീവൻ കൊടുത്തു. നമ്മൾ നല്ല വില കൊടുക്കുവോ? ഏതെങ്കിലും സാധനം മേടിക്കാൻ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വില കൊടുക്കുവോ? I wanted each other look and say, God count you are precious in the sight of the Lord. വേറെ ആര് പറയുന്നതും നീ ഹല്ലേലൂയ ആമേൻ കഴിവില്ലാത്തവളാണെന്നോ എന്തെല്ലാം മനുഷ്യരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, പരീക്ഷകൾ പലതും എഴുതി പാസ്സാകാൻ കഴിയാത്ത ജീവിതമേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, ഹല്ലേലൂയ, ഡോണ്ട് ഗിവ് അപ്പ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിനക്കില്ലാത്ത ജ്ഞാനം വിളിച്ചു വരുത്തിയ നിന്നെ, ഹല്ലേലൂയ, നിന്നെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം, ഹല്ലേലൂയ, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയത്തിനായി പ്രത്യാശ വർദ്ധിക്കുവാൻ. ഡോണ്ട് ഗിവ് അപ്പ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു വേണ്ടി നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തെന്തെന്നറിയാവോ? വാട്ടം മലിന്യം ഒന്നുമില്ലാത്ത ഒന്ന് പത്രോസിനകത്ത് എഴുതിയേക്കാം അല്ലേ? എന്താണ് ദൈവം അവിടെ സൂക്ഷിക്കാൻ കർത്താവ്, whether we like it or not. ദൈവം നമുക്ക് വില കൊടുത്തൊരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ മോനെ നീ തൊടരുത് കേട്ടോ, ആ ക്ലാസ് തൊടരുത്. അത് വലിയൊരു കൂടി വരുമ്പോൾ നടത്തേണ്ടതാണ്. എന്താ കൊച്ചുങ്ങൾ വല്ലതും എടുത്ത് അമ്മമാരെ
തൊട്ട് പൊട്ടിച്ചാലോ അയ്യോ എന്ത് വില കൊടുത്താന്നറിയാവോ, നല്ലതായോണ്ട് അങ്ങ് മേടിച്ചതാ. എങ്കിൽ കർത്താവ് ദുഷ്ടൻ നിന്നെ പൊട്ടിച്ചു കളയാന്, ഇല്ലാതാക്കുവാന്, എന്നേക്കുമായി നിർത്തുവാന് അവൻ സമ്മതിക്കയില്ല. അവന്റെ ജീവൻ കൊടുത്താണ് നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുമോ? You may be doesn't look that great. You may not feel that great. Hallelujah. ആരോഗ്യം ഈ ദിവസങ്ങളിൽ കുറയുന്നുണ്ടായിരിക്കാം, പല രോഗങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരിക്കാം. എന്നാലോ ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുവോ, എന്നെ ഹല്ലേലൂയ കളങ്കവും മാലിന്യവും ഒന്നും വാട്ടവും ഇല്ലാത്ത ഒരു നിക്ഷേപമായി സൂക്ഷിക്കുവാൻ അത്യന്ത ശക്തി കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ആമേൻ. പിന്നെ തീത്തോസിനോട് എഴുതിയേക്കുന്നതൊക്കെ പോയി വായിച്ചോക്കണേ. ഹല്ലേലൂയ, ആമേൻ. സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കയറി ദൈവദാസന്മാരൊത്തിരി വചനത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. തീത്തോസിനോടും പറയുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. എന്താ ലിവിങ് ഹോപ്പ് ഉണ്ട്, പിന്നെ എന്താണ് ഇറ്റേണൽ ഹോപ്പ്, എന്താണ് നിത്യജീവൻ. ഹല്ലേലൂയ. ശത്രു എൻ്റെ നിത്യജീവൻ നശിപ്പിക്കാൻ കഴിയുകയില്ല. ആമേൻ. തിരിച്ച് മടങ്ങി വരട്ടെ. മേരിക്കോറിൻ്റെ മോളായിരിക്കുന്നോണ്ട് സഭായോഗത്തിനൊക്കെ ചെന്നാൽ പാസ്റ്റർമാർ ഇച്ചിരി വല്ലതും പ്രസംഗിക്കാൻ കഴിവുകയാണോ എന്നൊക്കെ ഓർത്ത് എനിക്കും ഇച്ചിരി സമയമൊക്കെ തരുമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വേദോസം വായിച്ചു. അമ്മയുടെ കെയർ ഓഫിൽ എത്ര പേര് നീ പെന്തിക്കോസ് ആയതുകൊണ്ട് വരുന്നു, ഹല്ലേലൂയ, എന്നാലോ ദൈവത്തിൻ്റെ മണവാട്ടിയാന്ന് കണ്ട ഈ ദിവസങ്ങളിൽ യു ആർ ദ ബ്രൈഡ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. ഹല്ലേലൂയ. ഇന്നാളുടെ മകളായിട്ടല്ല, ഇന്നാളുടെ വൈഫായിട്ടല്ല, യു ആർ ദ ബ്രൈഡ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ we need to hallelujah live a holy life. Hallelujah, amen. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ അതുകൊണ്ട് ഞാൻ വേദോസം വായിച്ച് നടന്ന കാര്യങ്ങളുണ്ട്. ഓ അല്ലല്ലോ, ആരാധനയ്ക്ക് പോയിടത്തും പ്രത്യേക വേറെ സഭയിൽ വല്ലതും പോയാൽ ഒന്നും അതിനു വേണ്ടി പഠിക്കും. അന്നേരമാണ് ഹല്ലേലൂയ ഗോഡ് സ്പോക്ക് ടു മീ ഇൻ മാർക്ക് ചാപ്റ്റർ 3:14 പറഞ്ഞു. ഹല്ലേലൂയ. ശിഷ്യന്മാരെ എന്തിനാണ് സെലക്ട് ചെയ്യുന്നറിയാവോ? അവൻ്റെ കൂടെ ഇരിക്കാൻ, എന്നിട്ടാ പ്രസംഗിക്കാൻ കയറാൻ അധികം ധൃതി വെക്കല്ലേ. എന്നോട് ആൾക്കാർ പറയും മേരിക്കൂരാന്നൊക്കെ പറഞ്ഞാൽ മതി, കുമ്പനാട്ടൊക്കെ സമയം കിട്ടും. അവരോടൊക്കെ പറഞ്ഞാൽ മതി, ഇല്ല ഇച്ചിരി കാശ് കൊടുത്താൽ മതി. അവരിച്ചിരി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു കേട്ടോ, ഈ ദിവസങ്ങളിൽ അന്തലെ ജൂത ഹത്താ ഹല്ലേലൂയ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. വിളിയുള്ളവനെ ഒന്ന് വായിച്ചാട്ടെ യോബിൻ്റെ പുസ്തകം. ഇതാണ് ഞാൻ എയറോപ്ലെയിനിലേക്ക് പൊങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ ഇതൊക്കെ മാറ്റി എന്തിനാണെന്നറിയാവോ? നിന്നെക്കുറിച്ചൊരു വിളിയുണ്ട്. ഹല്ലേലൂയ. അവരുടെ വിളി കഴിഞ്ഞ് അവരുടെ ഓട്ടം കഴിഞ്ഞ് നിർന്നിരിക്കുകയാണ്. നിന്നെക്കുറിച്ചൊരു വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. ഓ യുവർ കോളിംഗ് ഈസ് ഹൈ, യുവർ കോളിംഗ് ഈസ് ഹെവൻലി, യുവർ കോളിംഗ് ഈസ് ഹോളി. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം. യു നീഡ് ടു ഹാവ് എ ലൈഫ് സ്റ്റാൻഡേർഡ്. ഹല്ലേലൂയ, ആമേൻ. ഡോണ്ട് അലൗ, ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം കടലിൽ നിന്ന് പിടിച്ച മീനാണെങ്കിലും മീൻ വേവിക്കുമ്പോൾ എത്രമാത്രം ഉപ്പിടണം അല്ലേ, പിന്നെ നോക്കണം അല്ലേ, ഉപ്പുണ്ടോ എവിടാ കിടക്കുന്നത്? കടലിനകത്തെ ഉപ്പൊന്നും ഈ മീനിന് കയറത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ, യൂറോപ്പിൽ വന്നാലും ചൈനയിൽ വന്നാലും അമേരിക്ക വന്നാലും നീ അറിയണം, യു ഹാവ് ചോസൻ. ഹല്ലേലൂയ. യു ഹാവ് എ ഹല്ലേലൂയ കോളിംഗ്. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് എന്നെ ഇവിടെ നിർത്തിയതിൻ്റെ കാരണം എന്തെന്നറിയാവോ? എൻ്റെ അമ്മ വയറ്റിൽ എന്നെ ഉരുവായപ്പോൾ മുതലേ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഐ എം റണ്ണിങ് അറൗണ്ട് ഫോർ ദ ഗോസ്പൽ. ഒരമ്മയായി എനിക്ക് കൂടെ ഇരിക്കാൻ കഴിയത്തില്ല. ബട്ട് ഐ എം ആസ്കിങ് യു വൺ തിങ്, give her a part in your vineyard.
ഞാൻ അധികമൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. യു ക്യാൻ ആമസോണിൽ എൻ്റെ അമ്മയുടെ ഹല്ലേലൂയ അമ്മയും അപ്പയും കൂടെ നടന്നതും ഞങ്ങളുടെ എല്ലാം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം 2 ആഴ്ചയ്ക്ക് മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ കിൻഡിലിനകത്തുകൊണ്ട്. whoever wants it, hallelujah, so that faith will increase, hallelujah. അതിനുവേണ്ടി ഈ അന്ത്യകാലത്ത് അനേകരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആളുകൾ കുറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഉദലജാരക സന്തലക്ഷസാരക. ദൈവം പുറത്തെടുക്കുകയാണ്. നിന്നെ പുറത്തെടുക്കുന്ന ദിവസങ്ങളാണ് ഇവിടെ യൂറോപ്പിൽ കൊണ്ടുവന്നത്. അനുഗ്രഹിച്ച് എന്തെന്നറിയാവോ? because of you the Europe need to be blessed. Hallelujah. I am looking at a people, amen, യൂറോപ്പിനെ തിരിച്ച് യേശുവിന് വേണ്ടി മടക്കി പിടിക്കുന്ന ഒരു വലിയ സൈന്യത്തെയാണ് I am watching right now. And I'm believing it. ഒരു മാസം വരെ ഇന്നു വരെ ഞാൻ ഉപവാസത്തിലാണ്. എന്തിനാണ് കർത്താവേ? എൻ്റെ വചനം, നീ എനിക്ക് തരുന്ന വായിലെ വചനം കൊണ്ട് ഈ യൂറോപ്പിലെ സുവിശേഷ വേലയിൽ ഇന്ന് പകൽക്കാലം ചിലർ എഴുന്നേക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോ കുട്ടികളോ സഹോദരിമാരോ ഈ യൂറോപ്പിനെ തിരിച്ചു പിടിക്കുവാൻ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് അല്ലല്ലോ എൻ്റെ തലമുറയെ കിട്ടത്തില്ല, ഈ ദേശത്തെ കിട്ടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ടാക്സി എടുത്താ വന്നപ്പം ഡ്രൈവർ 10 മിനിറ്റേ ഉള്ളൂ. ഡ്രൈവർ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ ഓർത്ത്, കർത്താവേ, എനിക്ക് ഈ ടാക്സിക്കകത്ത് കയറിയെങ്കിൽ ഞാൻ പറഞ്ഞ കർത്താവേ, പ്ലെയിനിലിരുന്നാലും എവിടെ ഇരുന്നാലും കർത്താവേ, എൻ്റെ കൂടെ ഇരിക്കുന്നവർ എൻ്റെ കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. എന്താ ജൂദാശാര അവനോട് ചോദിച്ചു, ഞാൻ പോവുക, ഞാൻ പ്രസംഗിക്കാൻ വന്നതാ. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയാൻ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, യേശുവിനെ കുറിച്ച് വല്ല അറിവുണ്ടോ, വല്ല അനുഭവങ്ങളുണ്ടോ? പുള്ളിക്കാരൻ ചോദിച്ചു, അതൊരു വെരി സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഈ യേശുവിനെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ ഉണ്ടായത് 2 കാലും തളർന്നവളായി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു കുഞ്ഞുങ്ങളും തളർന്ന ഒരു പെൺകൊച്ചിനെയാണ് എൻ്റെ അമ്മയ്ക്കും അപ്പനും കൊടുത്തത്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയ്ക്കും യേശുവിൻ്റെ നാമം ഉയർത്തുക മാത്രമല്ല, ആ യേശുവിൻ്റെ നാമത്തിൽ ഒരു സൂത്രമുണ്ട്. അത് സ്തോത്രം പറയുന്നവരെ, പെന്തിക്കോസുകാരെ കളിയാക്കല്ല. ആ സ്തോത്രത്തിനകത്ത് എൻ്റെ അമ്മയുടെ ഭാഷയിൽ ഒരു സൂത്രമുണ്ട്. എന്തുവാ? ആ നാമത്തിൽ വിടുതലുണ്ട്, ആ നാമത്തിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തവർക്ക് ഒരു പ്രത്യാശ വേണം. ഒന്ന് വായിച്ചാട്ടെ, ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 9 വരെ. വേഗം ഒന്ന് വായിച്ച് സഹായിക്കണേ. വൃക്ഷത്തിനൊരു പ്രത്യാശയുണ്ടെന്ന് ഇന്ന് ഇംഗ്ലണ്ടിലുള്ള ആൾക്കാരോട് ദൈവമക്കളെന്ന് പറയുന്ന MBA അസോസിയേഷന്റെ പേരിൽ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവജനത്തിന് ആമേൻ ഒരു പ്രത്യാശയുണ്ടോ? ഹല്ലേലൂയ. ദൈവം ഉള്ള കാലത്തോളം ഈ ദേശത്ത് ഒരു ഉണർവുണ്ടാകും. എൻ്റെ തലമുറ ഈ അന്ത്യകാലത്ത് ആമേൻ എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലമുറ അതിനകത്ത് കാണും. ഇപ്പൊ എങ്ങനെ വൃക്ഷത്തിനൊരു ഹല്ലേലൂയ പ്രത്യാശയുണ്ട്. വെട്ടിക്കളഞ്ഞാലും ഹല്ലേലൂയ വെള്ളത്തിൻ്റെ ഈർപ്പം കൊണ്ട് പിന്നെയും പൊട്ടിക്കളയും. പഴകിയാലും കുഴപ്പമില്ല കേട്ടോ. ചില പഴകിയ വിഷയങ്ങൾ നിന്റെ വിജയത്തിലുണ്ട്. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിക്കുന്ന പഴകിയ വിഷയമുണ്ടല്ലോ, ആമേൻ, ഇനിയും ഹോപ്പില്ലെന്ന്, പ്രത്യാശയില്ലെന്ന് എഴുതി തള്ളിയ ചില കുടുംബജീവിതങ്ങളുണ്ടല്ലോ, ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഭാവി ഉണ്ടല്ലോ, നിന്റെ പഠനമുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, പുനരുത്ഥാനത്തിന്റെ ശക്തി, ആമേൻ, മരിച്ച യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തി, that issue is coming back
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാശാര അത്തലെ ജൂദാശാര. ഹല്ലേലൂയ. കർത്താവേ നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇസഖേലിനെ ആമേൻ ഹല്ലേലൂയ താഴ്വരയിലേക്ക് കൊണ്ടുപോയ കാര്യം ഇന്നലെ കർത്തദാസൻ പറഞ്ഞു. ഹല്ലേലൂയ. ആത്മാവിൽ കൊണ്ടുപോയി. നിങ്ങളെ ഈ നിമിഷം ആത്മാവിൽ കൊണ്ടുപോവുകയാണ്. വരണ്ട് കിടക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ എന്നാലോ നടത്തുമാറാക്കുകയാണ്. ആ വിഷയങ്ങളുടെ മുമ്പിൽ ഒന്ന് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. ഉദാചാരഹത്തലെ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്കാർക്കൊന്നും ചെയ്യാനല്ല, ദൈവത്താൽ നടക്കേണ്ട ശുശ്രൂഷയാണ്. നിന്റെ വിഷയങ്ങളുടെ മുൻപിൽ ആത്മാവിലൊന്ന് കൊണ്ടുപോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അത് എന്തുവാണേലും ചുറ്റി ഒന്ന് വട്ടം കറങ്ങിക്കേ. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയാന് ഉരുവിട്ടെ. അച്ഛലെ ജൂതലക്ഷസാരക ആമേൻ ഹല്ലേലൂയ. നിന്നോട് പറഞ്ഞ വചനമുണ്ടല്ലോ, നാളുകൾക്ക് മുഴിയെ ദർശനം എഴുതിക്കൊള്ളുക, അതിന് അവധി വച്ചിരിക്കുന്നു, താമസിച്ചാലും അത് വരും നിശ്ചയം. എന്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷയത്തിന് മുമ്പിൽ വചനം കേൾക്കാം. വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് വിടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തു പറ്റി? ഹല്ലേലൂയ. അവിടെ വചനം പറഞ്ഞു, തൊക്കോട് വന്നു, മാംസം വന്നു, എല്ലാം വന്നു, ഇല്ലേ? പക്ഷേ ജീവനില്ല. ജാരകസന്ധ പല വിഷയങ്ങളും ജീവനില്ലാതെ കിടക്കുക. പലതൊക്കെ ഇപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് കഴിയുക. അച്ഛാ ജൂതാചാരക ഹല്ലേലൂയ. പണ്ടത്തെക്കാട്ടിലും ബെറ്ററാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞ അതിനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. നിർണയപ്രകാരം റോമർ 8:26 വിളിക്കപ്പെട്ടവർക്ക് നിർണയപ്രകാരം. അതുകൊണ്ടാണ് യെശയ്യാവ് 14:27 പറഞ്ഞിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. യഹോവ നിർണയിച്ചിരിക്കുന്നു ആര് ദുർബലമാക്കും എന്ന് പറഞ്ഞാൽ വേറൊരു വേർഡാണ് കേട്ടോ. കല്യാണമൊക്കെ ആലോ. എൻ്റെ മോന് 3 മക്കളും. റേച്ചൽ എൻ്റെ ഇളയ മൂത്ത മോന് ആണ്. മേരിയാൻ്റെ കെട്ടിയേക്കുന്നത് എൻ്റെ മൂത്ത മോനെയാണ്. 3 പേരും ദൈവകൃപയാൽ 3 പേരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാ. അയ്യോ ഒന്നും പറയാനില്ലേ. കൃപയാ. ഇന്ന് വരെ കൃപയാൽ നിർത്തുന്നു. ഇന്ന് വരെ ഞങ്ങളെയും കൃപയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, വീഴാനില്ല. അനേകരുടെ പ്രാർത്ഥന, എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും കണ്ണുനീര് നിൽക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഹല്ലേലൂയ ആമേൻ. കല്യാണം ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളുടെ കല്യാണം പള്ളികളിൽ വിളിച്ചു കൊല്ലും. നാട്ടിലൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ല. അവിടെ 3 പ്രാവശ്യം വിളിച്ചു കൊല്ലണമെന്നാ. അത് കഴിഞ്ഞിട്ടേ കെട്ടിക്കാവൂന്ന്. ഇതിനകത്ത് നിങ്ങൾക്കെങ്കിലും ഇന്നാടെ ഇന്ന മകനെ ഇന്ന മകളും ഇന്ന മകനുമായി കെട്ടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോണം. അതാണ് ഹലോയ് എന്ന് പറയുന്ന ആ വേർഡിൻ്റെ ഹല്ലേലൂയ. ദുർബലമാക്കാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെ ഒരു ചാൻസ് പോലും കൊടുക്കത്തില്ലെന്ന്. പിശാചിന് ആമേൻ ദൈവം നിർണയിച്ചത് അത് മാറ്റാൻ ശത്രുവിന് ഒരവസരം പോലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ കാരണം എന്നറിയാമോ? 139 സങ്കീർത്തനം 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്നെക്കുറിച്ച് അമ്മയുടെ ഹല്ലേലൂയ ഉദരത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമുണ്ട് കേട്ടോ. അത് ആർക്കും മാറ്റാനൊക്കത്തില്ല. അത് ഹല്ലേലൂയ അവന്റെ കൈ നീട്ടും, ആർക്കത് തടുത്തു കളയാൻ കഴിയും? എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ ഇത്ര പ്രയാസം? മറ്റുള്ളവർ കുശുമ്പും കൊണ്ടും ഹല്ലേലൂയ അസൂയ കൊണ്ടും
പിന്നെ ഹല്ലേലൂയ, അവൻ പലതും കൊണ്ട് പറഞ്ഞും ഭരദോഷിയൊക്കെ പറഞ്ഞാലും യു ഷുഡ് ബി വെരി ഹാപ്പി. കാരണം കർത്താവ് നിന്നെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തടഞ്ഞു വെക്കാനൊക്കത്തില്ല കേട്ടോ. തടയുന്ന എപ്പോഴെന്നറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ പാപമാ തടസ്സം വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുസരണക്കേടാണ് എങ്കിൽ. ഹല്ലേലൂയ, എനിക്ക് 3 ആൺപിള്ളേരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മേരിക്കോറിൻ്റെ മോള് അമ്മ പ്രാർത്ഥിച്ച് എനിക്ക് വിടുതൽ കിട്ടി എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ജീവനാകത്തില്ല. എനിക്കും ദുർദിവസം ഒരു ദിവസം വന്നു. ഞങ്ങൾ വി ആർ പാസ്റ്ററിങ് എ ചർച്ച് ഇൻ മിസൂറി. മലയാളികളൊന്നുമില്ലാത്ത ഒരു സഭയുടെ പാസ്റ്റേഴ്സായിട്ട് ഞങ്ങൾ ദൈവകൃപയാൽ കഴിയുന്നു. അവിടെ ഒരു ചർച്ചുണ്ട്, റഷ്യൻ ഗ്രൂപ്പ്, ഒരു സ്പാനിഷ് ഗ്രൂപ്പുണ്ട്, ഒരു അമേരിക്കൻസ് ഉണ്ട്. ദൈവകൃപയാൽ ഈ 3 പേരുടെ പാസ്റ്റേഴ്സായിട്ട് ദൈവം നടത്തുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ബഹളം വെക്കുന്നതിൻ്റെയൊക്കെ കാര്യം ഇന്നലെ പാസ്റ്റർ പറഞ്ഞല്ലോ, ഞങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ എന്നെ കൂടെ ഒന്ന് നിങ്ങളൊന്ന് ഓർത്തോണേ. ഹല്ലേലൂയ. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, പിശാച് നോട്ടം ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും പറ്റാൻ പോകുന്നില്ല, ദുർബലമാക്കത്തില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കോ കേട്ടോ. ഒന്നും അവൻ്റെ പരിപാടി നടക്കത്തില്ല കേട്ടോ. ഒരായുധോ ഒന്ന് പറഞ്ഞേ, ശത്രുവിനോട് ദിവസം തോറും പറയണം, നോ വെപ്പൺ. നീ നീ ഉണ്ടാക്കുമായിരിക്കും, അതൊന്നും പാലിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ഇത്രയും ധൈര്യമായിട്ട് പറയണമെങ്കിൽ ദൈവകൃപയാൽ എൻ്റെ വിശ്വാസമുള്ളൊരു അമ്മ എന്നെ വളർത്തിയത് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ദിവസം one day I was going in the ministry, I got a phone call. അതാണ് പറയുന്നത് ദുർദിവസം. എഫേസ്യർ 6:13 വായിക്കുമ്പോൾ, ദുർദിവസത്തിൽ നിങ്ങൾക്ക് എതിർത്ത് നിൽപ്പാനും. എല്ലാം സമാപിച്ചിട്ട് പിന്നെ എങ്ങനെ നിൽക്കണം? അയ്യോ നാന്നോ, സമാപിച്ചിട്ടും നിൽക്കാൻ കഴിയേണ്ടത്. ഹല്ലേലൂയ. എനിക്കൊരു ദുർദിവസം വന്നു. എനിക്കൊരു ഫോൺ കോൾ കിട്ടി. എൻ്റെ മകന് ആക്സിഡൻ്റായിട്ട്, ഈ റേച്ചലിനെ കല്യാണം കഴിച്ച ഇളയ മകനാണ്. അവൻ മെഡിസിന് പോകാനായിട്ട് ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദ മെഡിക്കൽ സ്കൂൾ. ഹല്ലേലൂയ. ഹെലികോപ്റ്ററിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു കാർഡിയോളജിസ്റ്റാണ്. പുള്ളിയുടെ ആശുപത്രിയിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം, ഞാനൊരു മലയിൽ ഉള്ള ഒരു സുഹൃത്ത ഒരു ട്രക്കിൽ ഓടിച്ച് ഞാൻ പോയി. എന്നാൽ ഇവർക്കൊന്നും എന്നെ ഫോൺ കിട്ടത്തില്ലായിരുന്നു. സോ അറ്റ് ലാസ്റ്റ് എന്നെ ടെക്സ്റ്റ് ചെയ്തു, ജോഷുവ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്, ടേക്കൻ ബൈ ഹെലികോപ്റ്റർ. അമ്മ എന്ന രീതിയിൽ എനിക്ക് ചോദിക്കണമെന്ന് ഓർത്തായിരുന്നു, ഏത് പരുവത്തിലാണ്, how he has taken. I was so scared. What is the answer going to be? അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എത്രയും പെട്ടെന്ന്, ഞാൻ ഹെലികോപ്റ്റർ പോയതുകൊണ്ട് ഐ എം ജസ്റ്റ് ഗോയിങ്, യു മീറ്റ് മീ വിത്ത് ഓൾ ദ, ഇറ്റ് വിൽ ബി ടേക്ക് സം ടൈം, സോ ടേക്ക് ഓൾ ദ, എന്താണെന്ന് വെച്ചാൽ എല്ലാ തുണിയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എടുത്തു വെച്ചത്, പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചു. ആ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചത് ഹല്ലേലൂയ നെഹമ്യായ 2-ാം അധ്യായമായിരുന്നു. ഹല്ലേലൂയ. പണി തുടങ്ങാൻ നെഹമ്യാവ് തുടങ്ങിയപ്പം അത് പിടിക്കാത്ത ദൈവത്തിൻ്റെ ആലയം, ചുട്ടുകിടക്കുന്ന ആലയം പണിയാൻ ഒരുവൻ വന്നുവെന്ന് കണ്ടിട്ട് 2:10 അവർക്ക് കോപം തോന്നി. നീ പണിയുന്നെങ്കിൽ, ഈ ദിവസങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നെങ്കിൽ ദുഷ്ടന് കോപം വരും കേട്ടോ. വെറുതെ വിടുവെന്ന് വിചാരിക്കേണ്ട, പക്ഷേ അവൻ ജയിക്കാൻ, വെറുതെ വിടുവെന്ന് വിചാരിക്കേണ്ട, പക്ഷേ അവൻ ജയിക്കാൻ പോകത്തില്ല. ഇന്ന് പ്രത്യാശ വർദ്ധിപ്പിക്കാൻ എന്നെ കൊണ്ടുവന്നു കേട്ടോ. ഹല്ലേലൂയ. മേരിക്കോറിൻ്റെ മകളായതുകൊണ്ട് പ്രത്യാശ കിട്ടത്തില്ല കേട്ടോ, അനുഭവിക്കണം. അനുഭവിക്കുന്നവർ ഇന്ന് ഉച്ചയ്ക്ക് കേട്ടല്ലോ, കണക്ട് ചെയ്യണം. ഡിവൈൻ നിന്റെ വിടുതലും സുവിശേഷത്തിന് വേണ്ടിയാ തരുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു സാക്ഷി ഉളവാക്കുവാൻ, ഓ ഹല്ലേലൂയ, ആണ് നിന്റെ വിടുതലെന്ന് അറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ബി എ വിറ്റ്നസ്, റിസീവ് ദ പവർ ഓൾസോ. അല്ലേ, ആ പടം ഒന്ന് കാണിക്കണേ. 6 ഓപ്പറേഷൻ കഴിഞ്ഞപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് ദേവിയെ തന്നെ ക്ഷമിക്കണേ, ഇച്ചിരി പ്രയാസമുള്ള എല്ലാ എല്ലുകളും പോയി, ഒറ്റ എല്ല് മാത്രം ശേഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇത് കഥയൊന്നുമല്ല കേട്ടോ, ചുമ്മാ വിചാരിച്ച് പറഞ്ഞൊന്നുമല്ല. ദൈവമക്കൾക്കും കഷ്ടങ്ങളുണ്ട് കേട്ടോ.
ഹല്ലേലൂയ. അവനെ കൊണ്ടുപോയ സ്ഥലത്ത് ബാക്കിയുള്ള എല്ലുകളെല്ലാം പൊട്ടിക്കിടപ്പുണ്ട്, ഒറ്റ എല്ല് മാത്രമുണ്ട്. ഇത് 6 സർജറി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വി മേ ഹാവ് ടു ആംബിറ്റേറ്റ് ദ ലെഗ്സ്. അന്നേരം ഞാൻ പറഞ്ഞു വരട്ടെ. ഇസഖേൽ 37 എൻ്റെ ഉള്ളിനകത്ത് വന്നു. അസ്ഥിയോട് ആമേൻ ഹല്ലേലൂയ. ദൈവമക്കൾ ഹല്ലേലൂയ. അസ്ഥിയോട് വരുമെന്ന് പ്രവചിച്ചാൽ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ഥി പോയിരിക്കുന്നിടത്ത് എല്ലുകൾ പൊട്ടിയിടത്ത് ഐ ആം ചൂസിംഗ് ടു ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. 1.5 വർഷക്കാലം ഹല്ലേലൂയ അഗ്നിയുടെ ഹല്ലേലൂയ വി ഗോൺ ത്രൂ ഹല്ലേലൂയ. അതിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ബിക്കോസ് മൈ ഹസ്ബൻഡ് ഇസ് എ കാർഡിയോളജിസ്റ്റ്, പുള്ളിക്ക് ഒരു ഫോൺ കോൾ കിട്ടി. വൺ ഓഫ് അവർ ഫ്രണ്ട്സ് ഹല്ലേലൂയ ഒരു കെയിൽ ചീര പോലെ ഇരിക്കുന്നുണ്ടല്ലോ, സ്പീനച്ച് പോലെ, കെയിലിൻ്റെ ഹല്ലേലൂയ അതും ഷാർക്കിൻ്റെ ഇതുകൂടെ വെച്ച് ഈയിടെ റിസർച്ച് പ്രൂവ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ hallelujah we can try that. Yes, not approved by FDA, but we can still try. ഞങ്ങൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അവൾ ചെയ്തോട്ടെ, എൻ്റെ ശക്തി വരും. ഹല്ലേലൂയ. ഞാൻ വിടുതൽ വിശ്വസിക്കുന്നത് കയ്യിലല്ല, അതിൽ കൂടെ വെച്ചാലും അതിൽ കൂടെ വ്യാപരിക്കണം അത്ഭുതത്തിൻ്റെ ശക്തി. ആമേൻ ഹല്ലേലൂയ ആമേൻ. അത് വിശ്വസിച്ചുകൊണ്ട് 1.5 വർഷക്കാലം. അടുത്ത പടം ഒന്ന് കാണിക്കണേ. ഇത് അവർ മൂടി 3-4 ആണികൾ 4 വഴിക്കൂടെ ഇട്ടു. 1.5 വർഷക്കാലം. എൻ്റെ മകൻ എന്നും ചോദിക്കും, എനിക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഒക്കുമോ? ഹല്ലേലൂയ. 19 years old boy. ഹല്ലേലൂയ. അന്നേരം എനിക്കുണ്ട് കർത്താവേ ഹല്ലേലൂയ, അവൻ്റെ കാല് മുറിക്കേണ്ട വരുമോ? ആമേൻ ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാവരും ഓർത്തു അവൻ്റെ ജീവിതം മുഴുവൻ വേദനയായിരിക്കും. സിസ്റ്റർ, ഡോണ്ട് ബി സോ കം ഓൺ, യൂസ് യുവർ കോമൺ സെൻസ്. എത്ര പേരുണ്ട് യുദ്ധത്തിന് പോയവരെ ആംബിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും അവരോട് ജീവിക്കുന്നില്ലേ? പക്ഷേ അതല്ല, ഇവൻ എൻ്റെ വയറ്റിൽ കിടന്നപ്പം 2 മാസമുള്ളപ്പോൾ എന്നോട് ഷിക്കാഗോയിൽ മീറ്റിങ്ങിന് ഞാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഉദരത്തിലൊരു കുഞ്ഞുണ്ട്, അതെൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ നിർണയിച്ച വേർതിരിച്ചു വച്ചിരിക്കുന്ന പൈതലാണ്. ഹല്ലേലൂയ. ചിലതൊക്കെ നിർണയിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആ സുവിശേഷം കൊണ്ട് നടക്കുന്ന കാല് എത്ര മനോഹരം. ഹല്ലേലൂയ. സമയം കടന്നു പോകുന്നല്ലോ. ഒരു കാര്യം കൂടെ ഹല്ലേലൂയ. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അതിശയം, ഈ കെയിലും കൊണ്ട് മാംസം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ കുറച്ച് ആമേൻ ഹല്ലേലൂയ എല്ലുകളൊക്കെ വരാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. They said still you have to put a plate, hallelujah, steel plate, because there is no muscles there. അവൻ പറഞ്ഞു, അവൻ തന്നെ പറഞ്ഞു, ഇതിനകത്ത് എൻ്റെ മകനെ ദൈവം ഹല്ലേലൂയ കഷ്ടങ്ങളിൽ കൂടെ സുവിശേഷത്തിന് വേണ്ടി ഇറക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് വേദനയായിരുന്നു, പക്ഷേ നിന്റെ കാഴ്ചപ്പാട് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന വേദനയാണ്. Hallelujah. Yes, hallelujah. Sometimes certain things, hallelujah, future closing for you, hallelujah. Hallelujah. Transferring the inheritance to the next, hallelujah. അതുകൊണ്ടാണ് പത്രോസ് തന്നെ പറയുന്നത്, നാനാവിധ പരിശോധനയിൽ കൂടെ നീ പോകുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയെന്ന് കണ്ട് ഹല്ലേലൂയ സന്തോഷിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. പറയട്ടെ, ഇത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മമ്മി, ഗോഡ് സ്പോക്ക് ടു മീ. ഞങ്ങൾ 21 ദിവസം ഫാസ്റ്റ് എഴുതുന്നു, 40 ദിവസം ഇവരെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളെ 3 പേരെ 40 ദിവസം ഉപവസിക്കാൻ എൻ്റെ കൂടെ ഇരുത്താൻ ദൈവം പഠിപ്പിച്ചു. ഹല്ലേലൂയ. കട്ടും പയ്യും ഒക്കെ ഉപവാസം നടക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് കയറി തിന്ന ആളാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളും തിന്നുന്നവരാ. ഇപ്പം വിശപ്പേ ഇല്ല. ഹല്ലേലൂയ. ആമേ. നിനക്ക് വേദന വരുമ്പോൾ ഉണ്ടല്ലോ ഉപവസിക്കാൻ അറിയാം കേട്ടോ. ഹല്ലേലൂയ. പഠിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ 1.5 വർഷക്കാലമാണ് ഞങ്ങളെ ദൈവം ഒരുക്കി സുവിശേഷത്തിന് വേണ്ട ഒരു തലമുറയും കുടുംബമാക്കുന്നതാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. പരിശോധന കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ 1.5 വർഷക്കാലം അവൻ്റെ മെഡിസിന് പോകേണ്ട 1 വർഷക്കാലം പോയി. ഹല്ലേലൂയ. രണ്ടാമത്തിന് തീരുമാനിച്ചു. സെക്കൻഡ് സൺ ഡിസൈഡഡ്, അവൻ എൻ്റെ കൂടെ, മമ്മി യു കാൻ ഡു ദിസ് അലോൺ.
അവൻ്റെ ജോലി കളഞ്ഞ് എൻ്റെ കൂടെ വന്ന് ചേർന്നു. പക്ഷേ പറയട്ടെ, ഈ ദൈവം ചെയ്യുന്ന കണ്ടിട്ട് രണ്ടാമത്തവൻ ഇപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രിയിലായി. ദൈവം അവനെ ചെയ്യുന്നത്, എന്നെ സഹായിക്കാൻ വന്ന രണ്ടാമത്തെ മകന് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വന്നതെന്തെന്നറിയാവോ? വേദന വില കൊടുത്തു. എന്ത് സംഭവിച്ചെന്നറിയാവോ? ഇങ്ങനെ സമർപ്പണം വന്നപ്പോൾ ദൈവം ഹല്ലേലൂയ വേഗത്തിൽ ഹല്ലേലൂയ ആമേൻ രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യം. രാപ്പകൽ നിലവിളിക്കണം കേട്ടോ. നിലവിളിക്കാൻ അറിയത്തില്ല, ചിലപ്പോൾ സംഭവങ്ങൾ അയക്കും. ഹല്ലേലൂയ അവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും ഹല്ലേലൂയ വേഗത്തിൽ നിന്റെ കാര്യം ചെയ്യും. ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ടൈം. ഹല്ലേലൂയ. സംശയമുണ്ടോ? ഹല്ലേലൂയ. ഇത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ കളിക്കുന്നുണ്ട്, ഈ നെയിൽ രണ്ട് ഊരുക. ദർ ഇസ് അനദർ നെയിൽ വാസ് ഗോയിങ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. അതെല്ലാം മാംസം കൂടെ വെച്ചിരിക്കുന്ന മെയിൻ നെയിലാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതെടുക്കാനൊക്കത്തില്ല, ഇത് വേണമെങ്കിൽ മേജർ സർജറി. ഇറ്റ്സ് എ ലൈഫ് ലോങ്, ഇറ്റ് ഈസ് പുട്ട് ടുഗദർ, സോ വി കാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ഇവൻ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, മമ്മി, ഗോഡ് ഹാസ് ടോൾഡ് മീ ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ഔട്ട്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മോനെ, യു ഹാവ് ടു ഗോ ത്രൂ ഹല്ലേലൂയ പ്രോട്ടോകോൾ. ലെറ്റ്സ് വെയിറ്റ് അനദർ ഫ്യൂ മൊമെന്റ്സ്. അവൻ ആരാധനയിൽ വന്നു, അവൻ സാക്ഷി പറഞ്ഞു. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ആരും കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞത് ആ ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന്. ആ നെയിലെടുക്കത്തില്ല. വീട്ടിൽ വന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ കേൾക്കാം, മമ്മി എൻ്റെ കാലയിൽ അതാണ്ട് കൊണ്ടു കയറുന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കൊണ്ടു കയറുന്നോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും ചൂടാക്കുക, സഭായം കഴിഞ്ഞ് ചോറിന് വേണ്ടി. ഹല്ലേലൂയ. പെട്ടെന്ന് കാണാം അവനൊരല. മമ്മി, യു നീഡ് ടു സീ. നിങ്ങളെ ഒന്ന് കാണിക്കാൻ. അടുത്ത ഹല്ലേലൂയ. വേഗം ഒന്ന് ഇടണേ. അടുത്തത് ഹല്ലേലൂയ. എന്ത് പറ്റിയെന്നറിയാവോ? ഹല്ലേലൂയ. അടുത്ത ഈ ഊരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു വീഡിയോയാ. ആമേൻ. ഹല്ലേലൂയ. ആ നെയിലുണ്ടല്ലോ, പ്രയാസമുണ്ടോ? യെസ് ഓർ നോ? ഹല്ലേലൂയ. അതൊന്ന് ഓൺ ചെയ്തേ. ഇനി അവൻ പറയുന്ന കേൾക്കാമോ? ഓടിയയില്ല. ഓക്കെ, ഇപ്പം അവൻ കാണിക്കും. അവൻ്റെ കാലയിലെ നെയിലുണ്ടല്ലോ, അത് തന്നെ ഇറങ്ങി വന്നു. നെല്ലല്ലോ. ഡോക്ടർമാർ എടുത്തു കളയത്തില്ലെങ്കിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ മോനെ പിടിച്ചോ, ഇന്ന് ഞാൻ എടുത്തു തരാം. നിന്റെ മക്കൾ അത്ഭുതം കാണട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ പ്രസംഗം കൊണ്ടല്ല. ഓ ദ ഹല്ലേലൂയ Christianity, the passion need to be caught by the hallelujah, cannot be teach. ഹല്ലേലൂയ. ഇത് തലമുറയിൽ ആമേൻ. ഹല്ലേലൂയ. വാ മോളെ, യു സ്റ്റാർട്ട്. ഹല്ലേലൂയ. ഇന്ന് ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്തെന്നറിയാവോ? ഞാൻ വന്ന് പറഞ്ഞ് ഇത്രയും വെള്ളം വെച്ചതിൻ്റെ എന്താണെന്നറിയാം? നിങ്ങളുടെ ചില വിഷയങ്ങൾ. വൈ ഡോണ്ട് യു ഓൾ ഗെറ്റ് അപ്പ്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ വന്നവരാണ്. കേട്ടിട്ട് പോകേണ്ടവരല്ല. ഗോഡ് ഈസ് നോ റെസ്പെക്റ്റ് ഓഫ് പേഴ്സൺ. ഇതിനകത്ത് വാച്ച് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നു, യേശു ഞങ്ങളുടെ കുത്തവകയല്ല, ക്രിസ്ത്യാനിയുടെ കുത്തവകയല്ല, മാനവജാതിയുടെയാണ്. നീ ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ഈ വിഷയത്തിൻ്റെ മുൻപിൽ ഇന്ന് ഉത്തരം തരുമെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ. Doesn't matter what doctor said. Doesn't matter. It seemed like. ഹല്ലേലൂയ. നിന്റെ തോന്നലല്ല, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അഷ്വറൻസ്. ഗിവപ്പ് ചെയ്ത ചില വിഷയങ്ങളുണ്ടല്ലോ. കണ്ണുകളെ അടച്ചാൽ, Holy Spirit, let your faith rise in this place. അങ്ങയുടെ വിടുതലും അത്ഭുതം ഇവിടെ നടക്കാൻ. യേശുവിന്റെ നാമം ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ വിശ്വസിക്കുന്ന വ്യാപരിക്കുന്ന ദൈവശക്തി ഈ നിമിഷക്കാലം ഈ ഹോളിനകത്ത് വ്യാപരിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗികളായിരിക്കുന്നവര് ഇന്ന് ചില വിടുതല യേശുവിന്റെ നാമത്തിൽ. ഡയബറ്റീസ് പോകട്ടെ. ഹല്ലേലൂയ. ഇൻസുലിന്റെ ഹല്ലേലൂയ അളവ് ശരീരത്തിലെ വർദ്ധിപ്പിച്ച് നിന്നെ രോഗിയാക്കിക്കൊണ്ട് ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് വിളിയുള്ള നിന്നെ
രോഗിയാക്കി കിടപ്പിലാക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ രോഗത്തിന്റെ ബാധ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന തലമുറ ഡ്രഗ്സിനും ആൽക്കഹോളിനും അഡിക്റ്റഡ് ആക്കി മുറികളിൽ അടച്ചിട്ടിരിക്കുന്ന ആ മുറിക്കകത്തേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി ഇവിടെ തലമുറ ഇല്ലെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കുമ്പോ നിന്റെ തലമുറയിൽ പ്രിയപ്പെട്ടവരും ഉള്ള മുറിക്കകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ഈ മുറിക്കകത്ത് മാത്രമല്ല, വചനം കേൾപ്പീൻ, വചനം കേൾപ്പീൻ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം വചനം പറയുമ്പോൾ വിശ്വസിക്കുക.